ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിറം ഡിസൈൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ചുരിദാറിൻ്റെ ടോപ്പിൽ നിന്ന് അളവെടുത്ത് ഒരു ലൈനിങ് ചുരിദാർ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതിനായിട്ട് നമ്മളിപ്പോൾ ഒരു ടോപ്പ് എടുത്ത് ഇതുപോലെ മെഷർമെൻറ്റ് ടേപ്പ് ഏറ്റവും മുകളിലായിട്ട് ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് മുകളിൽ വയ്ക്കുക. ഫുൾ ലെങ്താണ് ആദ്യം നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഫുൾ ലെങ്ത് എടുക്കാം. ഇനി ചെസ്റ്റ് എടുക്കുമ്പോൾ ഇവിടുത്തെ കൈക്കുഴി മുതൽ ഇപ്പുറത്തെ ഭാഗത്തെ കൈക്കുഴി വരെയുള്ള അളവാണ് ചെസ്റ്റ്. അത് കഴിഞ്ഞ് നമുക്ക് ഷേപ്പിൻ്റെ ലെങ്ത് വേണം. നമുക്ക് ഷേപ്പ് വരുന്ന ഭാഗത്ത് ലെങ്ത് നോക്കണം. അപ്പോൾ ഇതിലിപ്പോൾ ഷേപ്പ് വന്നിരിക്കുന്നത് 13ൻ്റെ ഭാഗത്താണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ ലെങ്ത് നോക്കുക. എന്നിട്ട് അവിടുത്തെ തന്നെ വിഡ്ത്ത് നോക്കണം. ആ പോയിൻറ്റിൽ വിഡ്ത്ത് എത്രയാണെന്ന് നോക്കി അതിൻ്റെ നമുക്ക് എഴുതണം. അതിനുശേഷം ഹിപ്പ് ലെങ്ത്ത്, അപ്പോൾ നമുക്ക് ഇവിടെ കട്ട് വരുന്ന ചുരിദാറിൻ്റെ സ്ലിറ്റിൻ്റെ ഇത് വരുന്ന ഭാഗത്തുള്ളത് ഇവിടെയാണ്. ഇതിലിപ്പോൾ 20ൻ്റെ ഭാഗത്താണ്, 20 ലെങ്താണ്. അതിൻ്റെ അവിടുത്തെ വിഡ്ത്ത് നോക്കുമ്പോൾ എത്രയാണ് അവിടെ വരുന്ന വീതിയെന്ന് നമുക്ക് നോക്കണം. അതുപോലെ ബോട്ടം ഈ ഭാഗത്തെ വീതി എത്രയാണെന്നും കൂടെ വേണം. പിന്നെ അത് കഴിഞ്ഞിട്ട് കൈക്കുഴിയുടെ ആം ഹോള് സ്ട്രെയിറ്റ് എത്രയാണ്. അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ ഇത് അളവ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എങ്കിൽ ഇതുപോലെ ഒരു സ്കെയിൽ എടുത്ത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ലെങ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ എത്രയാണെന്ന് നോക്കിയിട്ട് ആം ഹോൾ സ്ട്രെയിറ്റ്, ഇത് ആം ഹോൾ സ്ട്രെയിറ്റ്. ഇനി ക്രോസ് കൂടെ നമുക്കത് എത്രയാണെന്ന് നോക്കാം. ഇനി ഇതിൽ ക്രോസ് ഇപ്പോൾ 8.5 ഇതിൽ വന്നിരിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് നെക്കിൻ്റെ ഡ്രോപ്പ് നോക്കണം. ഇതിൽ 5.5, 5.25, 5.5. ഇത് കഴിഞ്ഞ് ഷോൾഡർ 10.25 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഷോൾഡർ എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് നെക്ക് വിഡ്ത്തും എടുക്കണം. ഇതിപ്പോൾ ഇതുപോലെയും എടുക്കാം. ഇനി അല്ലാതെ വേറെ രീതിയിൽ നമുക്കിപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഷോൾഡറും നെക്ക് വിഡ്ത്തും നോക്കുന്നതിന് ഇതുപോലെ മടക്കിയതിന് ശേഷം നമ്മുടെ മെഷർമെൻറ്റ് നമ്മൾ കട്ട് ചെയ്യുന്ന ടേബിളിൻ്റെ ഭാഗത്ത് ഇതുപോലെ അതിൻ്റെ എഡ്ജിലായിട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ആ ലെങ്ത് ഇവിടുന്ന് മുതലുള്ള ഇവിടുത്തെ ഭാഗത്തെ ഇത് കറക്റ്റായിട്ട് നമുക്കിതൊന്ന് പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഷോൾഡറിൻ്റെ വിഡ്ത്തും അതുപോലെ തന്നെ നെക്ക് വിഡ്ത്തും കറക്റ്റായിട്ട് കിട്ടും. ഇനി സ്ലീവിൻ്റെ ലെങ്ത് നോക്കണം. സ്ലീവ് ലെങ്ത് വന്നിട്ട് 5 അപ്പോൾ സ്ലീവ് ലെങ്ത് 5. അത് കഴിഞ്ഞ് നമുക്ക് ഈ സ്ലീവിൻ്റെ വിഡ്ത്ത് 5 വരുന്ന ഭാഗത്തിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന് നോക്കണം. അപ്പോൾ 5 തന്നെയാണ്. അതുപോലെ നമുക്ക് ബൈസെപ്പ് വേണം. അപ്പോൾ ബൈസെപ്പിൻ്റെത് ഫുള്ള് ഇവിടുത്തെ ഇതൊന്നും ഇവിടെ എത്രയുണ്ടെന്ന് നോക്കി അത് കുറച്ചാൽ മതിയാവും. അപ്പോൾ ബൈസെപ്പ് അവരെത്രയാണ് അതിലെടുത്തിരിക്കുന്നതെന്ന് അറിയാൻ പറ്റും. ഇനി നമ്മളെടുത്ത അളവുകൾ വെച്ചിട്ട് ഒരു തുണിയിൽ നമ്മൾ ലൈനിങ് ആണ് ആദ്യം കട്ട് ചെയ്യുന്നത്. ഇതിൽ ലൂസൊന്നും പ്രത്യേകിച്ച് ഇടേണ്ട കാര്യമില്ല. അവർ ഇത് തയ്ച്ച ടോപ്പിൽ നിന്നാണ് അളവെടുത്തത്. അപ്പോൾ നമുക്കിതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടേക്കാണ്. ഇനി മുകളിൽ നമുക്കൊരു മാർജിൻ കൊടുക്കാം. എന്നിട്ട് ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യണം. ഫുൾ ലെങ്ത് ഇപ്പോൾ നമ്മൾ ആ ടോപ്പിലെടുത്തത് 37.5 ആയിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ലൈനിങ് എടുക്കുമ്പോൾ അതിൽ നിന്നും ഈ 37ൽ നിന്ന് ഒരു 2 ഇഞ്ച് കുറച്ചിട്ട് ലൈനിങ്ങിൽ എടുത്താൽ മതിയാവും. അപ്പോൾ ഇതിന് 35.5 എടുത്ത് മാർക്ക് ചെയ്യാം. അതുപോലെ ഇത് കഴിഞ്ഞിട്ട് ഷോൾഡർ മാർക്ക് ചെയ്യണം. ഇവിടെ 5.25 ഷോൾഡർ എടുത്തിട്ടുണ്ട്. 5.25 നെക്ക് വിഡ്ത്ത് 2.25 എടുത്തു. ഇനി ആം ഹോള് സ്ട്രെയിറ്റ് നമുക്ക് എടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആം ഹോൾ സ്ട്രെയിറ്റ് 6 അടയാളപ്പെടുത്തി എന്നിട്ട് ആ മാർക്ക് ചെയ്ത ആ പോയിന്റിൽ വെച്ചിട്ടാണ് 8.5 ചെസ്റ്റ് ലൈൻ വരയ്ക്കുന്നത്. അപ്പോൾ ചെസ്റ്റ് 8.5 എടുത്തത്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ സ്ട്രെയിറ്റ് ഇവിടെ വരയ്ക്കാം. അതിനുശേഷം ഇനി നമുക്ക് നെക്ക് ഡ്രോപ്പ് 5.25, 5.5, 5.25 നേരത്തെ മാർക്ക് ചെയ്തത്. അപ്പോൾ 5 എടുത്തത്. അപ്പോൾ 5.25. അപ്പോൾ നമുക്കത് ബോക്സ് ചെയ്തിട്ട് ഇതുപോലെ ഷേപ്പ് കൊടുക്കാം. ഇനി ഇതിൽ ഒരു ഷോൾഡർ സ്ലോപ്പ് ഉണ്ട്. അപ്പോൾ ഒരു 4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കഴിഞ്ഞതിന് ശേഷം വേണം ഇതിൻ്റെ മിഡ് പോയിൻ്റ് നോക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ മിഡ് പോയിൻ്റ് വരുമ്പോൾ എത്രയാണെന്ന് നോക്കി ആ മാർക്കിൽ ഇതിപ്പോൾ ഇവിടെയാണ്. അപ്പോൾ ഇത് നമുക്ക് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ വെച്ചിട്ടാണ് കർവ് വരേണ്ടത്.
നമുക്കിത് കർവ് ചെയ്തതിന് ശേഷം ഒന്ന് അളവൊന്ന് നോക്കണം. നേരത്തെ ആ ടോപ്പിൽ 8.5 ആയിരുന്നു, ഇതിൽ കറക്റ്റ് അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ വര ഒന്ന് താഴ്ത്തി വരച്ചതിന് ശേഷം നമുക്ക് പിന്നെയും പഴയതുപോലെ തന്നെ മിഡ് പോയിൻ്റ് എടുത്ത് വരയ്ക്കണം. ഇനി ഷേപ്പ് ലെങ്ത് 13ൻ്റെ അവിടെ വന്നിട്ട് 8 മാർക്ക് ചെയ്തു. ഇനി ഹിപ്പ് ലെങ്ത് 20ൻ്റെ അവിടെ എടുത്തു. 20 മാർക്ക് ലെങ്ത് എടുത്തിട്ട് അവിടുത്തെ വിഡ്ത്ത് ഇതിൽ 10 കിട്ടിയിരിക്കുന്നത്. നമ്മൾ അതുപോലെ മാർക്ക് ചെയ്ത് വരച്ചു. താഴെ ഇവിടെ മുതൽ സ്ലിറ്റിൻ്റെ അവിടെ മുതൽ താഴെ 12 എടുത്തത്. അപ്പോൾ ആ 12ൻ്റെ അവിടെ സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുക. പിന്നെ ഇത് ഫ്രണ്ട് കൈക്കുഴി ഒന്ന് കുഴിച്ചാണ് വെട്ടുന്നത്. അപ്പോൾ അതിനൊരു 1/4 ഇഞ്ച് അകത്തോട്ട് കയറ്റി ഫ്രണ്ടിൽ മാത്രം വരച്ചിടുക. ഇനി ഇവിടുത്തെ തയ്യൽ തുമ്പ് കൊടുക്കുമ്പോൾ ഇവിടുന്ന് 1.5 ബാക്കി ഇവിടെ സ്ലിറ്റിൻ്റെ ഇവിടെ മുതൽ 1 ഇഞ്ച് മതിയാവും. അങ്ങനെ കൊടുത്താൽ മതിയാവും. ഇത്രയും വരച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കഴുത്ത് ഞാനിപ്പോൾ വെട്ടുന്നില്ല. കഴുത്തിൽ ക്യാൻവാസ് വെച്ചിട്ട് ആണ് അത് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നെക്ക് വെട്ടുന്നില്ല. ബാക്കി ഭാഗമൊക്കെ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. അതിനുശേഷം സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഫോൾഡ് ചെയ്തിടുക ഇതുപോലെ. അതിനുശേഷം നമുക്കൊരു മാർജിൻ കൊടുക്കാം. എന്നിട്ട് ലെങ്ത് മാർക്ക് ചെയ്യാം. 5 ഇതിലെ സ്ലീവ് ലെങ്ത്. എന്നിട്ട് ഒരു ലൈൻ വരയ്ക്കുക. 8.5 നമുക്ക് ആവശ്യം. അപ്പോൾ 8 എടുത്ത് മാർക്ക് ചെയ്തതിന് ശേഷം അവിടുന്ന് ബൈസെപ്പ് ആ പോയിൻറ്റിൽ നിന്ന് ബൈസെപ്പ് കൊടുക്കുക. 2.5 ബൈസെപ്പ് കൊടുത്തതിന് ശേഷം ഈ പോയിൻ്റ് മുതൽ അവിടെ മുകളിലത്തെ പോയിൻ്റ് വരെയാണ് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ 8.5 വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വരയ്ക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. നമുക്കിതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. മുകളിലത്തെ ഭാഗത്ത് വരെ ജോയിൻ ചെയ്യുക. എന്നിട്ട് ഇവിടുത്തെ എൻഡ് ഭാഗം എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യം. ഇതിലിപ്പോൾ 5.5 എടുത്തിട്ടുണ്ട്. 5.5 മാർക്ക് ചെയ്യുക. ഇതുപോലെ വരയ്ക്കുക. അതിനുശേഷം ഈ വരയുടെ മിഡ് പോയിൻ്റ് എവിടെയാണെന്ന് നോക്കുക. എന്നിട്ട് ആ മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇവിടെ ഷേപ്പ് ചെയ്യുമ്പോൾ ബാക്ക് ഭാഗം ഇതുപോലെ ഷേപ്പ് ചെയ്യാം. നമുക്ക് ഫ്രണ്ടിൽ വരുമ്പോൾ ഈ പോയിൻറ്റിൽ കൂടെയാണ് അങ്ങനെയാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് ഒരു അകത്തോട്ട് ഒരു ശകലം ഒന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കുഴിച്ച് വരയ്ക്കുക. ഇനി ഇതിൽ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ഈ ഭാഗത്തൊക്കെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് ഇടുക. ഇതിന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ 1.5 ഇഞ്ച് മതിയാവും. ഇനി ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചേക്കുക. 2 ഭാഗവും ഇതുപോലെ നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ വരച്ച ഭാഗം തിരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി ഇതിൽ നമ്മൾ ഫ്രണ്ട് കുഴിച്ച് വെട്ടുമ്പോൾ ഈ ഭാഗം തമ്മിൽ തിരിഞ്ഞു പോകും. അപ്പോൾ അതിനായിട്ട് നേരത്തെ തന്നെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ടായിട്ട് ഇതുപോലെ നിവർത്തി വിരിച്ചതിന് ശേഷം വേണം കട്ട് ചെയ്യേണ്ടത്. ഇത് ഫുള്ള് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ ഇതിൽ മെയിൻ മെറ്റീരിയൽ ഇതാണ്. അപ്പോൾ ഇതിൽ ബോർഡർ വരുന്നതുകൊണ്ട് ബോർഡറും ഇതിലൊരു ഡിസൈനും വരുന്നതുകൊണ്ട് ഒരുമിച്ച് ബാക്ക് ഫ്രണ്ട് നമുക്ക് ഒരുമിച്ചിട്ട് വെട്ടാൻ പറ്റത്തില്ല. ഇത് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഡിസൈന് ഫ്രണ്ട് കറക്റ്റായിട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് ആ ലൈനിങ് ഫ്രണ്ട് പീസ് ലൈനിങ് ഇതുപോലെ മുകളിലോട്ട് വയ്ക്കുക. എന്നിട്ട് ഇതിൽ നമ്മൾ ലൈനിങ്ങിൽ 35 എടുത്തിട്ടുള്ളത്. 2 ഇഞ്ച് കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മെയിൻ പീസിൽ നമ്മൾ ആ 2 ഇഞ്ച് കൂടെ കറക്റ്റായിട്ട് ഇട്ട് വേണം വെട്ടേണ്ടത്. ഇതുപോലെ തന്നെ ബാക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പീസിൽ ഡിസൈൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതുപോലെ തന്നെ ലൈനിങ് ഇട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇനി ഇതിന് ശേഷം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. സ്ലീവിലും ഡിസൈനൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇത് ചേർത്ത് വെച്ചിട്ട് കട്ട് ചെയ്താൽ മതിയാവും. മെഷർമെൻറ്റ് ടോപ്പിൽ നിന്ന് അളവെടുത്ത് ഒരു ടോപ്പ് കട്ട് ചെയ്യുന്നത്. താങ്ക് യു.